വെൽക്കം ടു ഫൈ കിച്ചൺ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് സ്കൂളിൽ എടുത്തത് മോളെ? ഹാപ്പി ന്യൂ ഇയർ. അതുകൊണ്ട് എടുത്തോ? ഉഷാറായോ? മുട്ടായി കേക്ക് എന്തെങ്കിലും കിട്ടിയോ? അല്ല, മുട്ടായി ഒന്നും കിട്ടിയില്ല. കേക്കൊന്നും കിട്ടിയില്ല സ്കൂളിൽ നിന്ന് നിയമക്ക്. അടിപൊളി കാരമൽ പുഡിംഗ്. റെസിപ്പി എന്താ മോളെ? ഇന്നത്തെ റെസിപ്പി കാരമൽ പുഡിങ്ങാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ കാരമൽ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡെസേർട്ടാണ് ഇട്ടത്. ഇത് എല്ലാ പാർട്ടികൾക്കും റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 3-4 ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് ആയാലും മതി. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നീട് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച കാരമൽ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രമാണ് ഇട്ടത്, അതിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ജ്യൂസാക്കിയിട്ടുള്ള എഗ്ഗ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് 30 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ടിന്ന് ഇറക്കി വെക്കുന്നത്. എന്നിട്ടിത് 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് അപ്പോഴേക്കും പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഒട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക, എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് തന്നെ നല്ല ഈസിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. ഇതെല്ലാ സൽക്കാരങ്ങൾക്കും ഒക്കെ കിട്ടുന്ന അടിപൊളി പുഡിങ്ങാണിത്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഇനി മറ്റു നല്ല വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.